ഹായ് ഹലോ ഇവനാണ് ഇന്നത്തെ വീരൻ. ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് എനിക്ക് പണി തന്നതാണ്. ഈ ഞണ്ടും കപ്പയും കണ്ട ഉടനെ എൻ്റെ ഹസ്ബൻഡിന് അത്താഴം കപ്പയും ഞണ്ടും വേണം. എന്നാൽ പിന്നെ പാവമല്ലേ ഗൾഫിൽ നിന്നൊക്കെ വന്നതല്ലേ എന്ന് വിചാരിച്ച് ഞാനും കരുതി പാവം കുക്ക് ചെയ്ത് കൊടുത്ത് കളയാം. അങ്ങനെ ഇന്നും കപ്പയെല്ലാം തൊളിച്ച് വൃത്തിയാക്കി വെക്കുവാണ് കേട്ടോ. കൊത്തി കൊത്തി അരിഞ്ഞിട്ട് നമ്മൾ മരച്ചീനി കറി വയ്ക്കത്തില്ലേ, അതുപോലെ ആക്കാനും പിന്നെ ഞണ്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കറി വയ്ക്കാമെന്നുള്ള രീതിക്കാണ്. മസാലയല്ല, കറിയാക്കി തന്നെ വയ്ക്കാമെന്നുള്ള പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് ഞാൻ ഞണ്ട് വയ്ക്കാനുള്ള ഒരുക്കത്തിലാണ്. ആദ്യമായി കടുക് വറുത്തു. അതിലേക്ക് ഞാൻ സവാള എല്ലാം കുത്തി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്യാദി സാധനങ്ങളെല്ലാം ഞാൻ പേസ്റ്റാക്കി ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഉള്ളിയെല്ലാം വഴണ്ട് വന്നപ്പോഴത്തേക്കും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി പച്ചമണമെല്ലാം പോയി കഴിഞ്ഞിട്ട് പിന്നെ അരപ്പൊക്കെ ഇട്ട് കൊടുത്ത് മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. സൈഡിൽ ഞാൻ കപ്പ നുറുക്കിയതും കൂടെ അടുപ്പിലങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ ഒരുമിച്ചങ്ങ് വേവില്ല. കാരണം ജോലി കഴിഞ്ഞ് വന്ന ഉടനെ ഞാൻ കിച്ചണിൽ കയറിയാണ്, കുളി പോലും കഴിഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ ഇനി ഇതെല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇനി ഇന്ന് ഫ്രഷ് ആവാനായിട്ട്. പിന്നെ ഇന്ന് കപ്പ ഞാൻ വെറൈറ്റി രീതിയിൽ വെക്കാമെന്ന് വിചാരിച്ചു. ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുഞ്ഞുള്ളിയും കാന്താരിയും എല്ലാം കൂടി ചതച്ച് ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് എണ്ണയിൽ കടുകെല്ലാം വറുത്തിട്ട് അതിനകത്തിട്ട് ഇളക്കി എടുക്കുമായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞാനിവിടെ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സൈഡിൽ വന്ന് പാട്ടൊക്കെ പാടി കൂടെ പിന്നെ ഇളക്കാനും വർത്താനം പറയാനൊക്കെ ഹസ്ബൻഡ് എപ്പോഴും കൂടെ കാണും കേട്ടോ. അപ്പോൾ അതൊരു സന്തോഷം. എന്തായാലും മഞ്ഞ ഇതെല്ലാം ഒപ്പി എടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ അറിഞ്ഞില്ല ക്യാമറ ഓണാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞണ്ടിൻ്റെ മസാല എല്ലാം റെഡിയായി. കപ്പ ഇവിടെ തിളച്ച് വെന്തിട്ടുണ്ട്. ഞണ്ട് മസാലയൊക്കെ ഇട്ട് ഇളക്കി സെറ്റാക്കി അതിലെല്ലാം മസാലയും പിടിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ കപ്പയ്ക്ക് വേണ്ടി വെച്ചിരുന്ന കുഞ്ഞുള്ളിയും കാന്താരിയും കൊണ്ടല്ലോ, ഇതെല്ലാം മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ഇതും കൂടി ഇട്ട് ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് പച്ചമണം മാറിയിട്ട് നന്നായിട്ട് ഉടച്ച കപ്പ അതിലേക്ക് ഇട്ടെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ലൊരു നാടൻ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഞണ്ട് സൈഡിൽ മസാല എല്ലാം പിടിച്ച് റെഡി ആയപ്പോഴത്തേനും ഞാൻ കപ്പയ്ക്ക് കടുക് വറുക്കാനൊക്കെ വെച്ചു. അതെന്തായാലും നല്ല നാടൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റി സാധനമാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണേ. അപ്പോൾ അത് ആ പച്ചമണമൊക്കെ പോയിട്ട് അതിനകത്തേക്ക് ഞാൻ കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കപ്പ ഞാൻ ആദ്യം ഊറ്റിയിട്ട് ഒന്ന് ഉടച്ചിട്ടാണ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ പാടായിരിക്കും. പിന്നെ എന്നിട്ടും അത് ഇളക്കിയിട്ടും കുറച്ചൊക്കെ അങ്ങൊക്കെ ഉടയാതെ കിടന്നതിനല്ല ഞാൻ കുത്തിപ്പരിപ്പിളക്കി നന്നായിട്ട് അതിനെ ഉടച്ച് ചതച്ചെടുത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കൂടെ ഇളക്കി മറിച്ച് യോജിപ്പിച്ച് നല്ല അടിപൊളി ഒരു മണമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ അത്താഴം നല്ല കിടിലൻ ടേസ്റ്റി നാടൻ കപ്പയും ഞണ്ട് കറിയായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഇനി രാത്രി വേണം ഒന്ന് പോയി കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ടാണ് ഫുഡെല്ലാം കഴിക്കാൻ. അപ്പോൾ ഞാൻ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് തലയിൽ നന്നായിട്ട് എണ്ണയൊക്കെ ഇട്ടൊന്ന് മസാജ് ചെയ്ത് കുറച്ച് നേരം ഇരുന്ന ശേഷം പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഫുഡ് കഴിപ്പ് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കും കേട്ടോ. അത്താഴം ഹസ്ബൻഡ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കും. അപ്പോൾ കപ്പയും ഞണ്ടുമൊക്കെ റെഡിയായി. അപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.